100-നും 700-നും ഇടയിൽ 3-ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ഇവിടെ 100-നും 700-നും ഇടയിലുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം 700 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കും. അതായത് 1 മുതൽ 700 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. അതുപോലെ 1 മുതൽ 100 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കും. അപ്പോൾ 100-നും 700-നും ഇടയിലുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ട് 700 വരെയുള്ള 1 മുതൽ 700 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണത്തിൽ നിന്നും 1 മുതൽ 100 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കുറയ്ക്കും. അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം 1 മുതൽ 700 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അതിനായിട്ട് ജസ്റ്റ് 700-നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 700-നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 7-ൽ 2 തവണ 2 3 6 കുറയ്ക്കുമ്പോൾ 1 വരും 10. 10-ൽ 3 തവണ 3 9. വീണ്ടും കുറയ്ക്കുന്നു 1 0. 10-ൽ 3 തവണ 3 9. ശിഷ്ടം 1 വരുന്നത്. നമ്മൾ ഇത്രയും ചെയ്താൽ മതിയാവും. അപ്പോൾ 700-ൽ താഴെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 233 ആണ്. ഇനി അതുപോലെ 100-ൽ താഴെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിനായിട്ട് 100-നെ 3 കൊണ്ട് ഹരിക്കുക. 10-നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 തവണ 3 9. വീണ്ടും 10 വരുന്നു. 10-നെ 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 3 9. ശിഷ്ടം 1 വരുന്നു. അപ്പോൾ 100-ൽ താഴെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം 33 ആണ്. ഇനി നമുക്ക് 100-നും 700-നും ഇടയിലുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 233-ൽ നിന്നും, അതായത് 1 മുതൽ 700 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം, അതിൽ നിന്നും 1 മുതൽ 100 വരെയുള്ള ഭാഗത്തെ 3-ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. അതായത് 233-ൽ നിന്ന് 33 കുറയ്ക്കുക. അപ്പോൾ 200 എന്ന് കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 200. -1/99 അധികം -1/100 അധികം -1/101 എത്ര? അപ്പോൾ -1/99 അധികം -1/100 അധികം -1/101 കണ്ടുപിടിക്കണം. അപ്പോൾ -1/99-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓർക്കുക, -1-ന്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 തന്നെയായിരിക്കും. -1-ന്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അതേസമയം -1-ന്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ -1/99-ൽ പവറായ 99 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ -1 അധികം ഇവിടെ പവർ 100 ആണ്, അത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് -1/100-ന്റെ വാല്യൂ 1 ആണ് അധികം ഇവിടെ വീണ്ടും -1-ന്റെ പവർ ഒറ്റ സംഖ്യ വന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -1. 1ഉം -1 കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 ആവും. പിന്നെ മിച്ചമുള്ളത് -1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം -1. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളവും വികർണത്തിൻ്റെ നീളവും തമ്മിലുള്ള ബന്ധം ഇതാണ്. വശം ഗുണം വശത്തിൻ്റെ നീളത്തിനെ √2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വികർണത്തിൻ്റെ നീളം കിട്ടും. വശത്തിൻ്റെ നീളത്തിനെ √2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വികർണത്തിൻ്റെ നീളം കിട്ടും. ഇവിടെ വശത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. വികർണത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കുന്നതിനായിട്ട് വികർണത്തിൻ്റെ നീളത്തിനെ √2 കൊണ്ട് ഹരിച്ചാൽ മതി. വികർണം √2 എന്ന് വരും. ഇവിടെ വികർണത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4/√2 ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ 4-നെ 2 ഗുണം 2 എന്ന് എഴുതാമല്ലോ. 2 ഗുണം 2/√2. ഓർക്കുക, 2 എന്നുള്ളത് √2-ന്റെ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ആക്കാം, 2 ഗുണം √2-ന്റെ സ്ക്വയർ /√2 എന്ന് വരും. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു √2ഉം ഈ ഛേദത്തിലെ √2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. പോയിട്ട് അംശത്തിൽ ഒരു √2 മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ രണ്ടും. അപ്പോൾ 2 ഗുണം √2 എന്ന് വരും. ഇവിടുത്തെ ഒരു √2ഉം ഇവിടുത്തെ √2ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 ഗുണം √2 സമം 2 √2. അപ്പോൾ വശത്തിൻ്റെ നീളം 2 √2 സെൻറ്റിമീറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില 120 രൂപയാണ്. ഇത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? ഇവിടെ ഒരു പാത്രം 120 രൂപയ്ക്ക് വാങ്ങി, അത് 10% നഷ്ടത്തിൽ വിറ്റെങ്കിൽ വിറ്റ വില കണ്ടുപിടിക്കണം. ഇവിടെ 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുന്നുണ്ട്. അതായത് വാങ്ങിയ വിലയേക്കാൾ 10% വില കുറച്ചാണ് വിറ്റത്. അപ്പോൾ വാങ്ങിയ വിലയുടെ 10% കണ്ടുപിടിച്ച് അത് വാങ്ങിയ വിലയിൽ നിന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ വില കിട്ടും. വാങ്ങിയ വില 120 രൂപയാണ്. 120-ന്റെ 10% എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗമാണ്. 120-ന്റെ 10-ലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ 12 രൂപ. അപ്പോൾ 120-ൽ നിന്നും 12 കുറച്ചാൽ മതി. അപ്പോൾ 108 എന്ന് കിട്ടും. അപ്പോൾ വിറ്റ വില 108 രൂപയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 25 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഒരു കാർ 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 30 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ആ കാർ എത്ര ദൂരം സഞ്ചരിക്കും?
അപ്പോൾ ഇവിടെ 25 ലിറ്റർ പെട്രോൾ കൊണ്ട് ഒരു കാർ 150 കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് പറയുന്നു. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതിനായിട്ട് 150നെ 25 കൊണ്ട് ഹരിച്ചാൽ മതി. 150/25 സമം 6 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് ഈ കാർ 6 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 30 ലിറ്റർ പെട്രോളിനോ? 30 ലിറ്റർ പെട്രോളിന് സഞ്ചരിക്കുന്ന ദൂരം കാണാനായിട്ട് 6നെ 30 കൊണ്ട് ഗുണിക്കുക. 6 × 30, 6 × 3 18. അപ്പോൾ 6 × 30 180. അപ്പോൾ 180 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി, 180 കിലോമീറ്റർ.